الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മഖ്ലിസുകളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഹറാമായ ഒരു ദീനാറ് ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലഭിക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള 10 അപകടങ്ങളെക്കുറിച്ച്, കുഴപ്പങ്ങളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും ഹറാമും ഹലാലും ഒക്കെ വിശദീകരിക്കപ്പെടുമ്പോൾ അത് നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്നത് സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കാറുണ്ടോ എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പലിശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബാങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന പലിശ എന്നെഴുതി ക്രെഡിറ്റ് ആകുന്ന പൈസയോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ 10 റുപ്യ ഉണ്ടായിരുന്ന ആളുകൾ പണ്ട് നടത്തിയിരുന്ന വട്ടിപ്പലിശയോ ഒക്കെ മാത്രമാണ് പലപ്പോഴും നമ്മൾ പലിശയായി പരിഗണിക്കുന്നത്. കൃഷിയും കച്ചവടവും ജീവിത വ്യവഹാരങ്ങളും ഒക്കെ നടത്തുമ്പോൾ പലിശ എന്ന് പേരിടാതെ നാം കൊണ്ടു നടക്കുന്ന പലിശയുടെ ധാരാളം ഇനങ്ങളുണ്ട്. അതൊന്നും പലപ്പോഴും നമ്മുടെ ഒരു പരിഗണനാ വിഷയങ്ങളായി മാറാറില്ല. ഇപ്പൊ കൃഷിക്കാർക്കിടയിൽ വരുന്ന ചില കാര്യങ്ങൾ പറയണമെങ്കിൽ, മണ്ണിനടിയിൽ ഒരു വസ്തു ഇരിക്കെ ആ വസ്തുവിനെ കച്ചവടം നടത്തൽ, അത് മതിപ്പ് കച്ചവടമാണ്. മതിപ്പ് കച്ചവടം പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയതാണ്. കുറേ കാലം നമ്മൾ കൊണ്ടുവരുന്നൊരു കാര്യം മിമ്പർന്ന് ഹറാമാണെന്ന് പറയുമ്പോൾ 2 സമീപനങ്ങൾ അതിനോട് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ നോക്കിയപ്പോ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ നടക്കുക എന്നൊരു സമീപനം ഉണ്ടാകാം. രണ്ടാമത്തെ സമീപനം, അത് എനിക്ക് അറിയില്ലായിരുന്നു, ഇനി മുതൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നും തീരുമാനിക്കാം. അതിന് ഭയങ്കര ന്യായമൊക്കെ പറയാം. മുദ്ഹബിന്റെ കിതാബില്ല, അവിടെ നോക്കി ഇവിടെ നോക്കി. ചില ആളുകളുടെ അടുത്ത് ചെന്നാൽ എന്തിനു മസാല കിട്ടും. ഇന്നലെ ഇപ്പൊ ഏതോ ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു ഇത് കണ്ടു, ഇത്രയും കാലം നിഷിദ്ധമായതൊക്കെ ഹലാലാക്കിയിട്ടുള്ള
ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള മസലകളിൽ ഹലാലും ഹറാമും ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ അത് മുത്തലക്കായിട്ട് എല്ലാം കൂടി ഉണ്ട് ഹലാലാക്കിക്കൊണ്ടുള്ള ചില മസലകളൊക്കെ കണ്ടു. കൈമടക്കിന്റെ കനത്തിനനുസരിച്ച് മസല കൈകാര്യം ചെയ്യപ്പെടുന്നത് സമുദായത്തിലെ ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന ഒറ്റവാചകത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറയും. കൂടുതൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കണില്ല. നമ്മളെ പരലോകം സംരക്ഷിച്ചുകൊണ്ടും പരലോകത്തിന് അനുഗുണമായി കൊണ്ടും വേണം തീരുമാനങ്ങൾ എടുക്കാൻ. മൂപ്പെത്താത്ത വസ്തുക്കൾ, അടക്ക, തേങ്ങ ഒക്കെ മൂപ്പെത്തുന്നതിന് മുമ്പ് കച്ചവടം ചെയ്യൽ അഥവാ വിൽക്കപ്പെടുന്ന വസ്തു വിൽക്കപ്പെടുന്ന സമയത്തും അവസ്ഥയിലും എന്താണോ അതിനാണ് വില പറയേണ്ടത്. 6 മാസം കഴിഞ്ഞിട്ട് പറിക്കാൻ പോണ അടക്കക്ക് ഇപ്പൊ കച്ചവടം പറയുന്നത് അത് മതിപ്പ് കച്ചവടത്തിൽപ്പെട്ടതാണ്. മജുഹൂലായ കച്ചവടം, മതിപ്പ് കച്ചവടം അതൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയാത്ത കച്ചവടം. അപ്പൊ ഈ പറയുന്നതൊക്കെ ഇവിടെ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ, 12 നമ്മൾ എത്തൂല, 10 കാര്യങ്ങൾ അല്ലെ 9 കാര്യങ്ങൾ ഒരാൾ ഹറാമ് കഴിച്ചാൽ അയാൾക്ക് കിട്ടുന്ന 9 കാര്യത്തിൽ പെട്ടതാണ്. 9 ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഈ സാധനങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ പലിശ ഞാൻ പറഞ്ഞു. പലിശ 2 നിരക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, 1000 റുപ്യ വാങ്ങിയ ഒരാള് 1100 റുപ്യ കൊടുക്കുക, അത് പലിശന്റെ ഒരു ഇനാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പണത്തിന് പണം കൊടുക്കുക, ആ രീതിയിലുള്ള പലിശയുടെ ഇനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഇനങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് പോണില്ല. ഇതേപോലെ ഇവിടെ പറയാൻ പോകുന്ന 9-10 കാര്യങ്ങൾ ആ കുറ്റം കിട്ടുന്ന മറ്റൊരു മേഖലയാണ് ചതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹമൽ അലൈന സ്വല ഫലൈസ മിന്ന. ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയുടെ നേരെ ആയുധം എടുത്ത് ചെന്നാൽ, വടിയെടുത്ത് ചെല്ലുകയാണ്, കല്ലെടുത്ത് ചെല്ലുകയാണ്, ഹാമർ എടുത്ത് ചെല്ലുകയാണ്, അവൻ ആ കാരണം മതി ഇസ്ലാം എന്ന് പുറത്തേക്ക് പോകാൻ. ആ പണി അവൻ ചെയ്യുമ്പോൾ അവൻ മുസ്ലിമായിട്ടല്ല പണി ചെയ്യുന്നത്. അത്ര ഗുരുതരമാണ് വിഷയം. അതുപോലെ തന്നെ ഒമൻ അഗശന ഫലൈസ മിന്ന. ചതിക്കുന്നവൻ, അവൻ ആ ചതി ചെയ്യുന്ന സമയത്ത് ഇസ്ലാം എന്ന് പുറത്താണ്. ചതികളിലൂടെ ഉണ്ടാക്കുന്ന പൈസ, പല രീതിയിൽ പറഞ്ഞു പറ്റിച്ച് ഉണ്ടാക്കുന്ന പൈസ, അതും ഈ ഒരു നമ്മളീ പറയുന്ന 9 കുറ്റങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർക്കറ്റിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. മറ അല സുബറത്തി തആമിൻ. ഒരു ഭക്ഷണം വിൽക്കുന്ന ആളെടുത്ത് കൂടെ പ്രവാചകൻ പോയപ്പോ ഫദ്ഖല യദഹു ഫീഹ. ഭക്ഷണം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, പ്രവാചകൻ അതിലേക്ക് ഇങ്ങനെ കൈയിട്ടു. ഫനാലത്ത് അസാബിഉഹു ബലലൻ. അപ്പൊ ഉള്ളില് കൈയിട്ടപ്പോ ഉള്ളില് നനവുണ്ട്, പുറത്ത് നനവൊന്നുമില്ല, പുറത്ത് നല്ല ഉണങ്ങിയതാണ്. അപ്പൊ പച്ചക്കറി തക്കാളിയൊക്കെ നല്ല മെച്ചപ്പെട്ട തക്കാളിയൊക്കെ ഇങ്ങനെ മുന്നിൽ എടുത്തിട്ട് കൊടുക്കുമ്പോ ഉണങ്ങിയതും ചുങ്ങിയതൊക്കെ എടുത്തു കൊടുക്കുമ്പോ ആലോചിക്കുക, നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹലാല് മാത്രം കഴിക്കുന്ന ആളുടെ വിധിയിൽ പെടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ആത്മാർത്ഥമായി കച്ചവടമായിട്ട് പോയാൽ അതൊക്കെ കൂടെ നടക്കോ എന്നൊക്കെ മനുഷ്യന്മാര് ചിന്തിക്കും. നടക്കും, ഒരു സംശയമല്ല. അത് അള്ളാഹ് പറഞ്ഞാണ്, റസൂല് പറഞ്ഞാണ്. അതിന്റെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ അവൻ പറഞ്ഞാലും അവനിൽ ബർക്കത്ത് കിട്ടും. ബർക്കത്ത് കിട്ടിയ ചിലപ്പോ വൈകുന്നേരം കണക്കൂട്ടുമ്പോ കിട്ടുന്ന സംഖ്യയിലാകൂല, ആ സംഖ്യ കൊണ്ട് നടക്കുന്ന കാര്യത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെ കച്ചവടം നടത്തിയിട്ട് 5000 കിട്ടും, അല്ലാതെ നടത്തിയ 500 കിട്ടും. പടച്ചോൻ എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ എക്സ്പെൻസിനെ 500 ചുരുക്കാനും അവന്റെ 5000ന്റെ ആവശ്യത്തെ 500 കൊണ്ട് നടത്തി തരാനും പടച്ചോന് പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ നിലക്ക് നമ്മൾ ഇതിനെ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ വഞ്ചന ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഹാദയ സാഹിബത്ത് ആം, ഈ ഭക്ഷണം കച്ചവടം ചെയ്യുന്ന ചങ്ങാതി ഇതെന്താന്ന് ചോദിച്ചു. ഖാല അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്. മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാണ് നബിയെ. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗഖ തആം. എന്നാ നിനക്ക് ആ നനഞ്ഞതിനെ മേലക്കാക്കി കൂടായിരുന്നോ? നീ എന്താ എങ്ങനെ ചെയ്തത്? കൈ അറാഹുന്നാസ്, ജനങ്ങളത് കാണട്ടെ, എന്നിട്ട് നിന്റെ അടുത്ത് വന്ന് വാങ്ങട്ടെ എന്ന് പ്രവാചകൻ പറയണം. എന്നിട്ട് പറയാം, മൻ ഗശ്ശ ഫലൈസ മിന്ന. ചതിക്കണോ നമ്മളിൽപ്പെട്ടവനല്ല. അപ്പോ ഇത് വളരെ അപകടകരമായ ഒരു പ്രതിസന്ധിയായി നമ്മൾ ഇതിനെ കാണണം.
ഇനി ഇതുപോലെ തന്നെ ചതി നമ്മുടെ കാലത്ത് വളരെ വ്യാപകമാണ്. കച്ചവടത്തിൽ വാങ്ങലിലും കൊടുക്കലിലുമൊക്കെ അത് വളരെ വ്യാപകമാണ്. ഫേക്കായ പരസ്യങ്ങൾ, വളരെ ഫേക്കായ പരസ്യങ്ങളിലൂടെ കച്ചവടം നടത്തും. അതുപോലെ തന്നെ വസ്തുക്കളുടെ കുറവുകൾ പിന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള കച്ചവടം ഉണ്ടാകും. അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും വലിയ സംഖ്യ ഇട്ടിട്ട് MRP കൊടുത്തത് എന്തിനായിരിക്കും? MRPയും വാങ്ങിയ സാധനവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. കൊള്ള ലാഭമായിരിക്കും. ആ കൊള്ള ലാഭങ്ങൾ ഇതൊക്കെ ഈ ഗണത്തിൽ പെടുന്നത് തന്നെയാണ്. അതുപോലെ നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തിയിട്ട് കച്ചവടം നടത്തുക. ഇതൊക്കെ ഞാൻ ഇവിടെ പറയാൻ പോണേ 10 കുറ്റങ്ങൾ എന്താണോ ആ 10 കുറ്റങ്ങളിൽ പെട്ടത്. അങ്ങനെ എണ്ണി പറയാനൊരു കാരണമുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണി പറയാൻ ഇന്ന് ഇതിന്റെ തുടക്കം ഇങ്ങനെയാക്കാൻ ഒരു കാരണമുണ്ട്. ഇതേപോലെ കൈക്കൂലി എന്നുള്ളത് ഇന്ന് വേറെ വേറെ രീതിക്ക് എത്തിയിട്ടുണ്ട്. നീ ഹുത്തുബന്നെ ഞാൻ പറയാനുള്ള കാരണം അതാണ്. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. വളരെ ദീനീ രംഗത്തൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാള്. അയാളൊരു ഗവൺമെന്റ് സർവീസിൽ ഒരു AE ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഹുത്തുബ മൂപ്പർക്കും കൂടി അയച്ചു കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ പാരിതോഷികം സ്വീകരിക്കും, ഹദിയകൾ സ്വീകരിക്കും. ഹദിയ എന്നാണ് പറയുക, സമ്മാനം സ്വീകരിക്കും. AEക്ക് കൊണ്ടുവന്നിട്ട് മൊബൈൽ ഫോൺ കൊടുക്കും. AEക്ക് കൊണ്ടുവന്നിട്ട് മൂപ്പരുടെ പിന്നെ വണ്ടി കൊണ്ടേ നേരാക്കി കൊടുക്കും. അയിമേണ് ഒപ്പിടണേ. AEന്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു കൊടുക്കും. പൈസ ആയിട്ട് വാങ്ങുമ്പോഴേ ഇതൊക്കെ റിഷ്വയാകുള്ളൂ, കൈക്കൂലിയാകുള്ളൂ എന്ന് വിചാരിച്ചു വെച്ചവരുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഹദിയകൾ സ്വീകരിക്കുമ്പോ ആ ഹദിയ സ്വീകരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും പ്രത്യേകം അയാളുടെ ആനുകൂല്യങ്ങളോ അനുഭാവങ്ങളോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഖലാസ്, അതെന്താണ്? അത് റിഷ്വയാണ്, അത് കൈക്കൂലിയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇതുപോലത്തെ മറ്റൊരു കാര്യമാണ് ഭൂമി അരികെ തിരക്കിയിട്ട് ഭൂമി പിടിച്ചെടുക്കുന്നത്. അത് ആയുഷ്കാലം മുഴുവൻ അടുത്ത തലമുറക്ക് കൂടി കിട്ടുന്ന കാര്യമാണ്. നല്ല ആലോചിക്കണം. അളന്നു നോക്കിയപ്പോ ഭൂമി കണ്ടില്ല, എന്നാ പിന്നെ പഞ്ചായത്ത് റോഡ് കണ്ട് ഇറക്കാൻ തീരുമാനിച്ചു. നിശ്ചയിക്കപ്പെട്ട ഏക്കറ കാണാത്തതുകൊണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് റോഡുണ്ട് അപ്പുറത്ത്, അയക്കണ തിരക്കി കയറ്റാൻ തീരുമാനിച്ചു. അത്തരം രീതികൾ ഒക്കെ ഈ ഒരു ഗണത്തിൽ പെട്ടതായി തന്നെ നമുക്ക് എടുക്കാം. പിന്നെ അനാഥരുടെ ഭക്ഷണം കഴിക്കൽ. ഞാനിവിടെ പറയാൻ പോണ 10 കാര്യങ്ങളിൽ ഇതൊക്കെ പെടും. ആദ്യം പറഞ്ഞ വിഷയം മുതൽ ഇതൊക്കെ ഇതിൽ പെടും. അല്ലാതെ എന്തോ കുംഭകോണം നടത്തുന്ന ആളുകൾക്ക് മാത്രം പറഞ്ഞതാന്നൊന്നും ഞാനോ നമ്മളോ നിങ്ങളോ ഇതിനി കേൾക്കണ യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ ആരും വിചാരിച്ചു വെക്കേണ്ടയില്ല. മനസ്സിലായില്ലേ? യത്തീമിന്റെ ധനം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ യത്തീം ഖാനകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. യത്തീം കുട്ടികളുടെ പൈസ യത്തീമിങ്ങൾക്ക് വരുന്ന സ്വതക്കയും ഗവൺമെന്റിൽ നിന്ന് വരുന്ന ഫണ്ടും ഒക്കെ എടുത്തിട്ട് യത്തീമീങ്ങൾക്ക് ഗുണമില്ലാത്ത വേറെ അതേ ക്യാമ്പസിൽ വേറെ പല സാധനം ഉണ്ടാവും, അതിലേക്ക് ഉപയോഗിക്കുക. യത്തീമീങ്ങൾക്ക് ഉപകാരമില്ലാത്തതിലേക്ക് ഉപയോഗിക്കുക. സംഭവം മൂപ്പരെ സെക്രട്ടറിയായ കാലത്ത് വലിയ വികസനമൊക്കെ നടക്കും. പക്ഷെ ഇതുകൊണ്ട് പരലോകം പോവും. വളരെ പച്ചക്ക് പറയണം, പരലോകം പോവും. യത്തീം കുട്ടികൾക്ക് 100% ഗുണം കിട്ടാത്ത, അല്ലെങ്കിൽ വേറുള്ളവർക്കും കൂടി അതുകൊണ്ട് വേറുള്ളവർക്കായിരിക്കും ഭയങ്കര മനഫാത്ത് ഉണ്ടാകുക. ആ യത്തീം കുട്ടികൾ ഹോസ്റ്റലിലോ ടോയ്ലറ്റ് അവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. എന്നാ അപ്പുറത്തുള്ള ITI, അപ്പുറത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അതും ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാകും. ആ യത്തീം കുട്ടികൾക്ക് ഓരോ ഡ്രസ്സ് വേറെ തിരിച്ചറിയും. ശരിക്കും VIP ആയി കൊണ്ടുവരേണ്ടത് ആരെ? യത്തീം കുട്ടിനെയാണ്. ഓനും 3 റുപ്യ മുട്ടായി വാങ്ങാൻ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രശ്നമായിക്കാരം അല്ലേ? അത് നാട്ടുകാർ ഇങ്ങനെ കൊടുത്തിട്ട് അവനെ നാശാക്കും. അവന്റെ കയ്യിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കും. അവന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. മാതൃകാപരമായി ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയണം. ഇങ്ങനത്തെ വിഷയങ്ങളിൽ വളരെ കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്തിക്കാൻ തുടങ്ങാത്തത്. നമ്മളെ കൈക്ക് ഞാൻ അങ്ങോട്ട് പറയണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും യത്തീമിനെ സഹായിക്കണമെങ്കിൽ യത്തീം കുട്ടികൾക്കുള്ള ഓർഫൻ ഫണ്ട് ഉണ്ട്. ഓർഫൻ ഫണ്ടിൽ ഇപ്പോൾ നല്ലൊരു സംഖ്യന്റെ പ്രശ്നമുണ്ട്. ഓർഫൻ, അതേപോലെ തന്നെ കിഡ്നി രോഗി, ക്യാൻസർ രോഗി, വിധവ, ഈ 4 ഇനത്തിലും ഏകദേശം 35 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഞാൻ എന്റെ ഖുത്ബ ഓൺലൈനിൽ നിന്ന് കൂടി കേൾക്കുന്ന ആളുകളോടാണ് പറയണത്. 35 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോ ഒരു കുട്ടിക്ക് നമ്മള് 2000 മുതലൊക്കെ ഉള്ള പൈസ കൊടുക്കണേ. ഉമ്മാന്റെ അടുത്ത് നിർത്തിയിട്ട് അവനെ സഹായിക്കുകയാണ്. എന്നിട്ട് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് അവർക്കുള്ള ക്ലാസ്സും ക്യാമ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് പോണ രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടികൾക്ക് മെന്റർമാരെ നിശ്ചയിച്ചിട്ടുള്ള ഒരു രൂപമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം യത്തീം ഖാനകളിൽ കുട്ടികൾ ശരിയാവിധം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. വിധവകളുണ്ട്, അവർ അപ്ലിക്കേഷൻ തന്നിട്ട് അതിലേക്ക് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം നമുക്കുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒന്ന്
ബന്ധപ്പെട്ടത് ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് പറയാം. യത്തീംഖാനയിൽ ഓടുന്ന വണ്ടി, അതിലടിക്കണ പെട്രോൾ യത്തീംഖാനയ്ക്കേ പറ്റുള്ളൂ, വേറൊന്നിനും പറ്റൂല. യത്തീംഖാനയ്ക്കേ പറ്റുള്ളൂ. സെക്രട്ടറി മൂപ്പരെ പേഴ്സണൽ കാര്യത്തിന് പോണിന് പറ്റൂല. ഇവിടെ ഏതെങ്കിലും അങ്ങനെ യത്തീംഖാനകൾ ഉണ്ട് എന്നുള്ളത് പറയണല്ല. ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. റോഡ് എടുക്കണം 6 വരി പാതാക്കാൻ വേണ്ടി. അപ്പൊ എല്ലാരും കൂടി അവനവന്റെ സ്ഥലം സംരക്ഷിച്ചിട്ട് യത്തീംഖാനന്റെ സ്ഥലം അങ്ങോട്ട് വേണ്ടി കാണിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ 6ാമത്തെ ഐറ്റം ഞാൻ പറയാം, മീറാസ്, അനന്തരാവകാശം. 2ാം വിവാഹത്തിൽ വാപ്പാക്ക് ഒരു ഭാര്യയും മക്കളുണ്ട്, ബാക്കിയുള്ള ആ മക്കൾ എല്ലാവരും മസിൽ കാട്ടിയിട്ട് ഓല സ്വത്ത് മുടക്കുക. ഇതിൽ നിന്ന് ക്രമപ്രകാരം ഇതിലുള്ളത് ചിലപ്പോൾ 1ാമത്തെ വിവാഹത്തിലുള്ളത് 5 പെൺകുട്ടികളായിരിക്കും, അതിലുള്ളത് 2ാമത്തെ വിവാഹത്തിലുള്ളത് 3 ആൺകുട്ടികളായിരിക്കും. അങ്ങനെ വിചാരിച്ചോളൂ നിങ്ങള്. അപ്പൊ ഈ പെൺകുട്ടിയൊക്കെ കുറച്ചേ കിട്ടുള്ളൂ. കാരണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ സ്വത്ത് അവളുടെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാ. അവളുടെ ചികിത്സക്കോ അവളുടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു ഫീൽസായി എടുക്കണ്ട. അത് ഭർത്താവിന്റെ അല്ലെങ്കിൽ ഉപ്പന്റെ അല്ലെങ്കിൽ ആങ്ങളന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പൊ ആ നിലക്ക് ഞങ്ങൾക്ക് ബോധ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നൊലൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിനെ പോലെ സമ്പത്തിന്റെ കാര്യത്തിൽ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തൊരു മതമല്ല. വിഷയം പഠിക്കാത്തതുകൊണ്ട് ചാനൽ ചർച്ചകളിലും ബാക്കിയൊക്കെ വന്ന് വർത്താനം പറയുന്ന ഓരോ വാചകത്തിൽ നമ്മൾ പെട്ടുപോകേണ്ടയില്ല. ഇസ്ലാം ഒന്ന് പുറത്തേക്ക് പോകും. ഇസ്ലാം അസ്സലാക്കി പഠിപ്പിച്ചതിൽ. അപ്പൊ ഈ 2ാം വിവാഹത്തിലൊക്കെ ഉള്ള കുട്ടികളുടെ സ്വത്തൊക്കെ തടഞ്ഞു വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അത് വാപ്പാന്റെ കാലം കഴിഞ്ഞു പോയി, വാപ്പാനെയും കൂടി കഴിച്ചിലാക്കണതിന്റെ ഭാഗമായിട്ട് ഓഹരി വെച്ച് കൊടുത്തളി. ഇത് ഇസ്ലാമാണ്. അല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ പോണേ 9 നഷ്ടങ്ങളിൽ ഇത്തരക്കാര് പെടും. പെണ്ണിയല്ലോ 7 ഞാൻ എണ്ണി അല്ലെ, 7 എണ്ണി. ഇനി മറ്റൊന്നെന്താ, പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കുമ്പോ ഓൽക്ക് 1.5 ഏക്കറോക്ക് കൊടുത്തു എന്നറിയും. അതിൽ 1 ഇഞ്ച് ഉപയോഗിക്കാൻ പറ്റുണ്ടാവില്ല. കുത്തനുള്ള മലയിക്കറയും എന്ത് കേട്ടാനാ അവള്, അല്ലെങ്കിൽ അതിക്ക് വഴി ഉണ്ടാവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഗണത്തിൽ പെട്ട തന്നെയാണ്. വേറൊന്ന് മോഷണം, മോഷ്ടിച്ച സ്വത്ത്. അതേപോലെ തന്നെ പുതിയ കാലത്ത് ചില കച്ചവടങ്ങളുണ്ട്. പിരമിഡ് പ്ലാനൊക്കെ അവതരിപ്പിച്ചിട്ട് നടത്തുന്ന കച്ചവടങ്ങൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിലാണ് പോയാൽ ആയത്തും ഹദീസൊക്കെ ഓതിയിട്ടാണ് വെളുപ്പിച്ചു തരും. ആയത്തും ഹദീസ് ഓതിയിട്ട് സുന്ദരമായി വെളുപ്പിച്ചു തരും. അതിൽ ആ കെണിയിൽ പോയി നമ്മൾ ചാടേണ്ടതില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സമുദായത്തിലെ സംഘടനാ നേതൃത്വങ്ങളെ അടക്കം ബാധിച്ച ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ വിശദമായ ഒരു ഓൺലൈൻ പ്രോഗ്രാം കോവിഡ് കാലത്ത് നടത്തിയത് യൂട്യൂബിലുണ്ട്. നിങ്ങൾ കേട്ടാൽ മതി. എന്നിട്ടും ക്ലാരിറ്റി വരാത്തത് നമുക്ക് ചർച്ച ചെയ്യാം, വിഷയങ്ങൾ ക്ലിയർ ചെയ്യുക, അതിന് പറ്റിയ ആളുകൾ അടുത്ത് ഇരിക്കാന്നാണ് ഞാൻ പറയണത്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒരുപക്ഷെ അവസാനം വന്നവർ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു. കൗങ്ങുമ്മ അടക്ക വെച്ചിട്ട് 6 മാസം അപ്പുറം കൊടുത്തിട്ട് അത് മൂപ്പത്തണിന് മുമ്പ് കച്ചവടം നടത്തുക. അല്ലെ മണ്ണിന്റെ അടിയിൽ കപ്പ മണ്ണിന്റെ അടിയിൽ ഇട്ടിട്ട് മതിപ്പ് കച്ചവടം നടത്തുക. ഇതൊക്കെ നിഷിദ്ധ കച്ചവടങ്ങളുടെ ഇനത്തിൽ പെട്ടതാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് കൂടി വായിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലി അൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം. അന്നത്തെ മനുഷ്യന്മാരുടെ ഒരു നിലപാട് എന്തായിരിക്കും? ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എടുക്കുന്നതെന്ന് അവർ പരിഗണിക്കേയില്ല. അവനാന്റെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി ശമ്പളത്തിന്റെ കൂടെ കയറുന്ന പലിശ ഉണ്ടാകും. ആ പലിശനെ കുറിച്ചൊരു ബേജാറും ഉണ്ടാവില്ല. അതങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാകും. പലിശ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 10 ലക്ഷം ഉറുപ്പ്യ ഇട്ടിട്ട് എല്ലാ മാസവും ഇതിന്റെ ഇൻട്രസ്റ്റ് പിൻവലിക്കണമെന്ന് മാത്രമേ ഈ ചങ്ങാതിക്ക് പലിശയുടെ ഇനത്തിൽ വരുന്നുള്ളൂ. ആ അക്കൗണ്ടിലുള്ള പലിശ അത് കണക്ക് കൂട്ടി വൃത്തിയാക്കാനുണ്ടാവൂല. അല്ലെങ്കിൽ ആ സംഖ്യ കണക്ക് കൂട്ടിയിട്ട് അത് അവിടെ ബാലൻസ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എത്ര റുപ്യ പലിശയാണ്? പലിശ പോയി പിൻവലിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, അത് ക്ലീൻ ആക്കാൻ സമയം കിട്ടില്ലെങ്കിൽ 13,320 റുപ്യ പലിശന്റെ തുകയാണ്. അതിമാൻ തൊടാൻ പാടില്ല എന്നത് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവൂല. അപ്പോ അത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് സമൂഹം ചിന്തിക്കാത്ത ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എങ്ങനെയാണ് ചെയ്തിരുന്നത്? തറക്കിനാ തിസ്അത അശാരിൽ ഹലാലി മഖാഫത്ത റിബ. പലിശയെ പേടിച്ചുകൊണ്ട് ഹലാലായ 10 കാര്യങ്ങളിലെ 9 കാര്യം ഞങ്ങൾ ഒഴിവാക്കാറുണ്ടായിരുന്നു എന്നാണ്. ഹറാമാണോ അല്ലേന്ന് സംശയമുള്ള കാര്യമല്ല. ഹറാമാണോ അല്ലേന്ന് സംശയമുള്ള കാര്യത്തെക്കുറിച്ചല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണത്. പ്രവാചകന്റെ സ്വഹാബത്ത്
ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ഹലാലാണെന്ന് അറിയാം. പക്ഷേ ഹറാമിലേക്കുള്ള സാധ്യതയെ ഭയന്നുകൊണ്ട് 10ൽ 9 കാര്യം ഞങ്ങൾ ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയും ഓനൊക്കെ കുറച്ച് ഏറെയാണ്, ദീന് തലക്ക് കയറിയതാണ് അല്ലെ, ഓനൊക്കെ ദീന് കുറച്ച് കൂടുതലാണ്. അള്ളാഹു റസൂലും പറഞ്ഞതാണ് സുഹൃത്തുക്കൾ, അത് കൂടൂല. ദീനിലേക്ക് ചേർന്ന് നിൽക്കണതിനനുസരിച്ച് അതിന്റെ വേറെ കുറെ ഫീച്ചേഴ്സ് പടച്ചോ അങ്ങനെ തരും. ഇപ്പൊ നമ്മളെ മൊബൈലിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാകും. iPhone 7 വാങ്ങിയപ്പോഴുള്ള ഫീച്ചർ അല്ല iPhone 14 വാങ്ങുമ്പോൾ ഉണ്ടാകുക, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതല്ല iPhone 15 വാങ്ങുമ്പോൾ ഉണ്ടാകുക, അതല്ല 16ലേക്കോ 16 പ്രോയിലേക്കോ പോകുമ്പോ ഉണ്ടാകുക. കൂടുതൽ ഫീച്ചേഴ്സ് അങ്ങനെ കിട്ടും എന്ന് പറയുന്നത് പോലെ ദീനിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതിനനുസരിച്ച് പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നറിയോ, കൂടുതൽ ഫീച്ചേഴ്സ്, കൂടുതൽ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ചിന്തകൾ, വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തരും. ഭയങ്കര ക്ലാരിറ്റി ജീവിത സമീപനങ്ങളോടുണ്ടാക്കും. ഞാൻ ഇന്നലെ രാത്രി എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിനെ സന്ദർശിച്ചു. അദ്ദേഹം മദീനയിൽ നിന്ന് ദമ്മാമിലേക്ക് ഒരു വിവാഹത്തിൽ യാത്ര ചെയ്യാൻ പോണതിന്റെ ഇടക്ക് നമ്മൾ മിമ്പറിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഭാര്യയും മോനും മരണപ്പെട്ടു, സ്പോട്ടിൽ മരിച്ചു. ഭാര്യന്റെ കാലിങ്ങനെ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു. ഒരിറ്റ് കണ്ണീര് വീഴുകയോ ശബ്ദമിടറുകയോ ചെയ്യാതെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. 2 കൈയും പൊട്ടി, 2 കാലൊക്കെ പൊട്ടി, പരിപൂർണമായി തളർന്ന് കാലിങ്ങനെ തിരിഞ്ഞു കിടക്കണതാണ് ഞാൻ അങ്ങനെ കാണുന്നത് പറഞ്ഞു. മൂപ്പര് ചിരിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ ആള് വീണ്ടും വീണ്ടും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങള്? അതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ പെങ്ങള് മരിച്ചിരുന്നു, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചിരുന്നു, ഒക്കെ മരിച്ചിരുന്നു. ഈ മരിച്ച പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉംറക്ക് പോയിരുന്നു, നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അള്ളാഹു ആ ഉംറയും ആ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഓരോരുത്തരെയും പലരെയും ഓർമ്മയിലെടുത്ത് പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ നമ്മൾ മദീനയിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഈ മരിച്ച സഹോദരിയാണ്. അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഹജ്ജ് കാലത്ത് ഹാജിമാർക്ക് ഉള്ള എത്രയോ ആളുകൾക്ക് ഡെയിലി 100-150 ആൾക്ക് ഓളങ്ങനെ കഞ്ഞുണ്ടാക്കി കൊടുക്കും. ഞാൻ ജോലി സ്ഥലത്തായിരിക്കും. നമ്മളൊരു സഹോദരനെ പറഞ്ഞു അവിടുത്തെ മദീനയിൽ ഈ ഹജ്ജ് കാലം ഇങ്ങനത്തെ ഒരുപാട് ദുന്യാവൊക്കെ കൊണ്ട് ഒഴിവാക്കി അവരെ സേവിക്കാൻ മാത്രം നിൽക്കണ ചില മനുഷ്യന്മാരുണ്ട്. അവരെ പറ്റി പറഞ്ഞു, അങ്ങനെ കൊണ്ടേ കൊടുക്കലവരാണെന്ന്. ഞാൻ പറഞ്ഞത് അയാൾക്ക് അയാളുടെ ഒരു മോനിപ്പോ ആക്സിഡന്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യന്റെ വീട്ടില്, ഭാര്യന്റെ കുടുംബത്തിൽ അവിടെ നിന്നുകൊണ്ട് സ്കൂളിൽ പോവാണ്. അദ്ദേഹം അങ്ങനെ എല്ലാം റിക്കവർ ചെയ്ത് വരികയാണ് 100%. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ അൽഹംദുലില്ലാ ഇങ്ങനെ പറയാൻ പറ്റണത്? ദീനിലേക്ക് ഇങ്ങനെ അടുക്കണതിനനുസരിച്ച് പടച്ചോൻ തരുന്ന ഒരു തണലുണ്ട്, ഒരു കുളിരുണ്ട്, ഒരു കരുത്തുണ്ട്. ആ കരുത്താണ്. അതുകൊണ്ട് നമ്മള് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പൊതുവെ നന്നായിട്ട് സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമുക്കുള്ള റിസ്ക് പടച്ചോൻ എഴുതി വെച്ചതാണ്. നമ്മൾ കുടുങ്ങൂല സഹോദരന്മാരെ. അതിപ്പോ അങ്ങനെ ഹറാമൊക്കെ നോക്കിയാല് അല്ലെ, ഏത് കച്ചവടത്തിലൊരു സാധനം ഏറെ വാങ്ങുമ്പോ, കച്ചവടത്തിലൊരു സാധനത്തിന് പൈസ കൂട്ടി വാങ്ങുമ്പോ, അല്ലെ ഇപ്പൊ ഇവിടെ പലപ്പോഴും ടാക്സി ഓടിക്കണ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ടാക്സിന്റെ ഒരു തുക കൂട്ടി വാങ്ങുമ്പോ ഇല്ലാത്തൊരു ഫിൽസ് വാങ്ങരുത്. പടച്ചോൻ നമുക്ക് തരും. നമ്മളെ നിയ്യത്ത് വേണം, ഞാൻ അത് കൂട്ടി വാങ്ങാത്തത് എന്താ അറിയോ? ₹1 അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ഹറാമായ സമ്പാദ്യത്തെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോ ചോദിച്ചു, നബിയെ അത് യസീർ ആണെങ്കിലോ എന്ന്. വേറൊരുത്തനെ പറ്റിച്ചു വാങ്ങിയത് യസീർ വളരെ കുറച്ചാണെങ്കിലോ എന്ന് വെച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിൽ പോലും ഹറാമ് കഴിക്കുന്ന വ്യക്തിക്ക് അള്ളാഹ് നിശ്ചയിച്ചത് എല്ലാതും ഒരുക്ക് കിട്ടും, കോടികളായിട്ടൊന്നും വേണ്ട. അത്ര പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നാ വിഷയങ്ങൾ പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ, ആ 10 കാര്യങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ബാധകമാണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിനൊക്കെ ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഇന്നീല അൻഖലിബു ഇല അഹ്ലി ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാശി, ഞാൻ ചെല്ലുമ്പോ എന്റെ ബെഡിൽ കുറച്ച് കാരൊക്കെ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ആ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അപ്പൊ ആ കാരൊക്കെ എടുത്തു, അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോ അറിയാതെ നമ്മൾ ഇങ്ങനെ എടുത്ത് വായിലേക്ക് ഇടും. അതെന്റെ വായിലേക്ക് ഞാൻ കൊണ്ടാകാൻ പോയി. അപ്പോ വായിലേക്ക് കൊണ്ടുപോയ ആ കാരൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം അത് സ്വതക്കയിൽപ്പെട്ടതാണോ എന്ന് ഞാൻ ഭയന്നു, സക്കാത്തിൽപ്പെട്ടതാണോ എന്ന് ഞാൻ ഭയന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റൂല, ഹദിയ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ.
പ്രവാചകന്റെ വീട്ടിൽ സ്വതക്കയും സക്കാത്തും വരും, ഹദിയും വരും. അപ്പൊ ഇത് ഹദിയാണോ സക്കാത്താണോ എന്ന് സംശയിച്ചതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. നമ്മളെന്താ പറയാ, ഒരു കാരക്കല്ലേ, അത്രയൊക്കെ ഇപ്പൊ ബലം പിടിക്കണോ, പടച്ചോൻ ഗഫാറല്ലേ, പടച്ചോൻ പൊറുക്കണോനല്ലേ? അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മനസ്സിലായില്ലേ? പാപം ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തുമ്പോണ്ടാണ്ട മനസ്സാണത്, അല്ലാതെ കുറ്റം ചെയ്യുമ്പോണ്ടാണ്ട മനസ്സല്ല. വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു ഹറാമ് ചെയ്യാണ്, എന്റെ ഭാര്യ, അവർക്ക് ശാരീരികമായിട്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ സ്വയം ആസ്വാദനം കണ്ടെത്തിയാല്, അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ വാതിലിൽ മുട്ടിയാല് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് എനിക്ക് വേറെ ആളോട് ചാറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, പടച്ചോൻ ഗഫാർ അല്ലേ എന്നല്ല അവിടെ ചിന്തിക്കേണ്ടത്. പറ്റിപ്പോയ അബദ്ധത്തിൽ ഇനി ചെയ്യില്ലെന്ന് ഉറക്ക തീരുമാനമെടുത്തതിന്റെ ശേഷം നിറക്കണ്ണുകളോട് ഉപയോഗിക്കാനുള്ളതാണ് ഗഫാർ എന്നുള്ള വിശേഷണം, അല്ലാതുള്ളതല്ല. ഓരോ വൈകുന്നേരവും സ്വന്തം ഭാര്യയുടെ ബെഡിലേക്ക് എത്തും മുമ്പ് മെഡിസിൻ എടുക്കേണ്ടി വരുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ട് വേണം സ്വന്തം അള്ളാഹു തന്ന ആ അനുഗ്രഹത്തെ മിസ്യൂസ് ചെയ്യാൻ. വൃത്തികെട്ട വീഡിയോകൾ കണ്ട് ആസ്വാദനങ്ങൾക്ക് പോകുമ്പോ ഓരോ വൈകുന്നേരവും, എനിക്കറിയണ എന്റെ ഒരു സുഹൃത്തുണ്ട്, ജോലി കഴിഞ്ഞ് ഞാൻ എത്തണ അങ്ങാടിയില് തൊട്ടപ്പുറത്ത് നിങ്ങൾക്കൊക്കെ അറിയണ ഒരു അങ്ങാടി ഉണ്ട്, അവിടെ എന്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാ. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്ന് ചാടിച്ച മൂപ്പര് പറഞ്ഞു, നിങ്ങൾ അയാളെ കണ്ടില്ലേ, അയാൾ എന്നും വരും, വല്ലാത്ത സങ്കടമാണ് മൂപ്പരകാര്യം. അദ്ദേഹത്തിന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താനുള്ള മരുന്നും വാങ്ങിയിട്ടാണ് മൂപ്പര് പോണത്. നമുക്ക് ആർക്കാ സുഹൃത്തുക്കൾ അങ്ങനത്തെ വിഷമമുള്ള? അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ ആലോചിക്കാനുള്ളതാണത്, അത്തരം രംഗങ്ങളിൽ ആലോചിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ, ഇവരിൽപ്പെട്ട ഒരാള് വായിലിട്ട് കാരക്ക ചമക്കണണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് തോണ്ടി പുറത്തേക്കിട്ടു, വായിൽ കൈയിട്ട് ഛർദിപ്പിച്ചു. എന്താ കാര്യം? അത് സക്കാത്തിന്റെ സ്വത്തിൽപ്പെട്ടതാണെങ്കിൽ പ്രവാചക കുടുംബത്തിന് സക്കാത്തില്ല, സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല. അപ്പോ ഹറാമും ഹലാലും ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് അത്ര കണിശമായി തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കഹ് കഹ്, തുപ്പ് തുപ്പ്. പ്രവാചകൻ ഇങ്ങനെ അത് എങ്ങനെയാണ് തുപ്പേണ്ടതെന്ന് ആ ചെറിയ കുട്ടിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്തു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, നോക്കൂ നിങ്ങൾ, വിശദമായൊരു സംഭവം കാണാൻ പറ്റും. അർവ ബിൻത് ഉവൈസ് എന്ന് പറയുന്ന സ്ത്രീ ഇദ്ദഅത് അല സഈദ് ബിൻ സെയ്ദിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു. എന്താ? അന്നഹു അഖദ ശൈഅൻ മിൻ അർദിഹാ, അവരുടെ ഭൂമി അദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഫഖാസമതുഹു ഇല മർവാൻ ബിനുൽ ഹകം, ഭരണാധികാരിയായ മർവാൻ ബിനുൽ ഹക്കമിന്റെ മുന്നിൽ ഈ വിഷയം കൊണ്ടുപോയി വെച്ചു. ഫഖാല സഈദ്, അപ്പൊ സഈദ് ഈ ഗവർണറുടെ മുന്നിൽ ഹാജരായി, തനിക്കെതിരിൽ ആരോപണം വന്നപ്പോ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹാജരായി. എന്നിട്ട് ചോദിച്ചു, അപ്പൊ അദ്ദേഹം ചോദിച്ചു, അകുൻതു ആഖുദു മിൻ അർളിഹാ ശൈഅൻ ബഅദല്ലദീ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കേട്ടതിന് ശേഷം ഞാൻ അവരുടെ ഭൂമി മോഷ്ടിച്ചെടുക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിര് തിരക്കാൻ പോകുന്ന അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ കള്ള ആധാരമുണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആരാന്റെ സ്വത്തിന് ഞാൻ നികുതി അടച്ച് അതെന്റേതാണെന്ന് പറയുന്ന അങ്ങ് വിചാരിക്കുന്നുണ്ടോ? വേറുള്ളവന്റെ ഭൂമിക്ക് 8 കൊല്ലം നികുതി അടക്കുക, എന്നിട്ട് അത് എന്റേതാന്ന് പറയാം, നികുതി ചീട്ട് ഹാജരാക്കുക. ഭയങ്കര ന്യായല്ലേ? നമ്മുടെ പഴയ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ചെയ്ത പല പണികളിൽപ്പെട്ട ഒരു പണിയാണിത്, അല്ലെ? അതിന്റെ സ്വത്തോഹരികൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവും വേണ്ട, വേഗം കൊടുക്കുക. മക്ക കയ്യിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. പുതിയ തലമുറ പഠിക്കുന്ന തലമുറയാണ്, അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവരാ ഹറാമും പേറി ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോ ഈ മർവാൻ ബിൻ ഹക്കം ചോദിച്ചു, എന്ത് ഹദീസാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ എന്ന് കേട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക, മൻ അഖദ ശിബ്റൻ മിനൽ അർളി ദുൽമൻ തുവ്വിഖ ഇലാ സബ്ഇ അർദീന, ആരെങ്കിലും മസ്ല് കാണിച്ച്, അക്രമം കാണിച്ച്, മുഷ്ടി കാണിച്ച്, അധികാര രേഖകൾ കാണിച്ച് ആരുടെയെങ്കിലും സ്വത്ത് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ 7 ഭൂമികൾ നാളെ പരലോകത്ത് അണിയിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് കേട്ടിട്ട് ഞാൻ എങ്ങനെയാണ് അർവാ ബിൻത് ഉവൈസിന്റെ ഭൂമി കട്ടെടുക്കുക? എന്നിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന കൂടി നടത്തി. ഇത് പറഞ്ഞപ്പോ മർവാൻ ബിൻ ഹക്കം പറഞ്ഞു, അങ്ങയുടെ കാര്യത്തിൽ എനിക്കിത് മതി, അങ്ങ് അക്രമം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവിടെ ഖാളി വിധിക്കുകയാണ്. അതിന്റെ ശേഷം അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുകയാണ്, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅമ്മി ബസറഹ, അവർ പറഞ്ഞത് കളവാണെങ്കിൽ അവളെ നീ കാഴ്ച പരിമിതിയാക്കണം, കണ്ണ് കാണാത്തവളാക്കണം. വഖ്തുൽഹാ ഫി അർളിഹാ,
അവളുടെ ഭൂമിയിൽ തന്നെ വെച്ച് അവൾ കൊല്ലപ്പെടണം. സമൂഹത്തിന്റെ മുന്നിൽ പവിത്രമായി ജീവിക്കുന്ന എനിക്കെതിരിൽ ദുരാരോപണം ഉന്നയിച്ച അവരുടെ കാര്യത്തിൽ രാജാവ് ചെയ്തതെന്താ, ഗവർണർ ചെയ്തതെന്താ? എന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് വിധി നടത്തുകയാണ് ചെയ്തത്. അപ്പോ ഞാൻ ആയത്തിന്റെയും ഹദീസിന്റെയും ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ട ഒരാളാകണ്ട. അല്ലാഹുവേ, അവർ ചെയ്തത് അങ്ങനെയാണെങ്കിൽ അവർക്ക് നീ അത് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് നീ ശിക്ഷ വിധിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? ഫമാ മാതത് ഹത്താ ദഹബ ബസറുഹ, അവരങ്ങനെ കാഴ്ച പരിമിതിയായി മാറി. സുമ്മ പിന്നെ അവരിങ്ങനെ അവരവരുടെ ആ ആരോപണം ഉന്നയിച്ച ആ മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇത് അങ്ങനെ അവരവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിൽ കണ്ണു കാണാത്ത സ്ത്രീ തപ്പിത്തടഞ്ഞു വീണ് മരിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓഫറാണ്. പീഡിപ്പിക്കപ്പെട്ടവൻ നടത്തുന്ന പ്രാർത്ഥന ഒരു തമ്മാടിയാണെങ്കിൽ പോലും ആ തമ്മാടിയാണ് നടത്തുന്നത്. പടച്ചോനെ, ഈ ആചാര്യനോട് ഇങ്ങനെ ചെയ്തല്ലോ, പടച്ചോനെ ഈ മുതലാളിനോട് ഇങ്ങനെ ചെയ്തല്ലോ, പടച്ചോനെ ഈ മനുഷ്യൻ ഈ പോലീസുകാരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അയാൾക്ക് പുതിയ നക്ഷത്രം കിട്ടാനേ, അയാൾക്ക് പുതിയ പിന്നെ പ്രമോഷൻ കിട്ടാനേ അയാൾ ഇങ്ങനെ ചെയ്തല്ലോ, അയാൾ കള്ളക്കേസിൽ എന്നെ കുടുക്കിയല്ലോ, ഈ വില്ലേജ് ഓഫീസർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഈ മാഷന്റെ കുട്ടിനോട് ഇങ്ങനെ ചെയ്തല്ലോ, അയാളെ നീ നശിപ്പിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ അയാൾ ചിലപ്പോൾ ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആളായിരിക്കും. അയാളെ പ്രാർത്ഥനയാണ് പടച്ചോൻ സ്വീകരിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷകുമാറാകട്ടെ. അത് വലിയൊരു ദുരന്തമാണ് അല്ലേ? ഹിസി, ഭൂമിയിൽ നിന്നുള്ള ഹിസിയിൽ നിന്ന് ഞാൻ ഇവിടെ നടത്തിയ അവസാനത്തെ ഖുത്ബയിൽ ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിസിയി ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ ഖിസിയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും. ഇത് പറഞ്ഞപ്പോ എന്റെ കുടുംബിനി അവര് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ കാണിച്ചു തന്നു. എന്താ, ഒരാളോ ഡ്രൈവ് ചെയ്തു പോകുമ്പോ ഒന്ന് കണ്ണിമ്പി സ്കൂൾ വിട്ടുപോണ 10 കുട്ടികൾ ആക്സിഡന്റ് ആയി മരിച്ചു. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ജയിലിലാണ്. ഖിസി ഒന്ന് ആലോചിക്കുങ്ങള്. നമ്മൾ ആരാ സുഹൃത്തുക്കളെ സുരക്ഷിതർ? അള്ളാഹു നമ്മളെ ഇതുപോലത്തെ ദുരന്തങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങളെ കാണുക എന്നുള്ളത് പ്രധാനമാണ്. മാത്രമല്ല, ചെറിയ കാര്യമല്ല. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, സബഉൽ മൂബിഖാത്ത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോ അതിൽ ശിർക്കുണ്ട്, അതിൽ സിഹറുണ്ട്, അതിൽ ഒരാളെ കൊല്ലലുണ്ട്, വാക്കലു റിബ, പലിശ കഴിക്കലുണ്ട്. അത് ബാങ്കിൽ പോയി എഴുതിയെടുക്കുന്ന പലിശയാണെന്ന് മാത്രം വിചാരിക്കണ്ട എന്ന് ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞത് ഓരോരുത്തരും ഓർക്കുക. വാക്കലു മാലുൽ യതീം, യതീമിന്റെ സമ്പാദ്യം ഉപയോഗിക്കലുണ്ട്. അപ്പൊ യതീമിന്റെ പൈസ ഉപയോഗിക്കേണ്ട, അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള പെങ്ങള് വിധവയായി, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ മരിച്ചു, അവരെ കുട്ടികളെ സ്വത്തിന്റെ കൈകാര്യകർത്തൃത്വമുണ്ട്, അതിങ്ങനെ 15 ഉറുപ്യ 20 പൈസ വേറെ എഴുതി വെച്ച് സൂക്ഷിച്ചളി. അതിൽ നിന്നുള്ള ഫിൽസുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. അതിൽ നിന്നുള്ള ഫിൽസുകൾ, ഓർഫൻ ഫണ്ടുകൾ ഏത് കൈകാര്യം ചെയ്യണവരും വളരെ ശ്രദ്ധിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ എന്ന് നമുക്കൊരിക്കൽ കൂടി ഈ വിഷയകമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മള് പിന്നെ പറയാൻ പോണ 10 പോയിന്റുകൾക്കുള്ള ആമുഖാണെന്ന് പറഞ്ഞത് ആമുഖത്തിൽ അത് തീർക്കാണ് കേട്ടോ. പറയാൻ പോണ 10 കാര്യം ഇങ്ങനെ ഇവിടെ പറഞ്ഞതുപോലത്തെ വിഷയങ്ങളിൽ ഈ പിന്നെ കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് കിട്ടുന്ന പാപഭാരങ്ങൾ അതെന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് പറയാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാർ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സമ്പാദ്യം, ആ സമ്പാദ്യം ഉപയോഗിക്കുമ്പോഴുണ്ടാകേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്കൊക്കെ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്വതക്ക എന്നത് വളരെ പ്രധാനമാണ്. സ്വതക്ക, ആ സ്വതക്കയുടെ ശീലം നമുക്ക് ജീവിതത്തിൽ സ്ഥിരം ഉണ്ടാകണം. നമുക്ക് മൊത്തം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എങ്ങനെങ്കിലുമൊക്കെ ഒരു നിശ്ചിത തുക സ്വതക്കാണ് കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തണം. സ്വതക്കക്ക് പോണം. അത് ചെറുതോ വലുതോ എന്നുള്ളത് പ്രധാനമല്ല. നമ്മളെ അവസ്ഥക്കനുസരിച്ച് സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെട്ടു കൊടുക്കണ സ്വതക്കക്ക് വലിയ പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുകൊണ്ട്
സ്വതക്ക എന്നുള്ളത് നമുക്കുള്ള പല നിലക്കുള്ള സുരക്ഷിതത്വമാണ്. സ്വതക്കന്റെ ധാരാളം ഫളായിലുകളുണ്ട്. ഒരു വ്യക്തിക്ക് അയാളുടെ നിലവിലുള്ള സമ്പാദ്യത്തിലെ സുരക്ഷിതത്വം പോലും അതിൽപ്പെട്ടതാണ്. ആ നിലക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കളക്ഷൻ എല്ലാ വർഷവും ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ തുക നമ്മളാണ് കൊടുക്കല്. അതിന്റെ പാലിയേറ്റീവ് പ്രവർത്തകർ തന്നെ നമ്മളോട് ഷെയർ ചെയ്തൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുക അത്ര വലിയ തുക ഇന്ന് കൊടുക്കുക. ഇന്ന് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ അടുത്ത ആഴ്ച കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അത് ഒരു പ്രധാന കാര്യമാണ്, യാതൊരു സംശയവുമില്ല. കാരണം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഫണ്ടിന്റെ ആനുകൂല്യവും അവസ്ഥയും കിട്ടണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കണില്ല. എല്ലാവരും ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന വിഷയമാണത്. ശക്തമായ രോഗപീഠകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ക്യാൻസർ രോഗികൾക്കൊക്കെ അവരുടെ വേദനാസംഹാരിയുടെ തുക ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഒരു രാപ്പൊറുതി, ഒരു രാവ് കടന്നു നീങ്ങി കിട്ടാനുള്ള തുകയാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. നമ്മളൊരു പ്രൊജക്ട് നേരത്തെ നടപ്പിലാക്കിയിരുന്നു. ഒരു IPM ആയിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനായിട്ട് സഹകരിച്ചുകൊണ്ട് വിസ്ഡം യൂത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു. ഒരു ദിവസത്തേക്ക് 1 രൂപയാണ് ഒരു ക്യാൻസർ രോഗിയുടെ വേദനാസംഹാരിക്ക് വേണ്ടത്. അപ്പോ 1 വർഷത്തേക്കുള്ള തുക നിങ്ങൾ നൽകുന്ന പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് ശേഖരിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെ നീയത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് മരുന്ന് കയറുന്ന ട്യൂബിന്റെ ചെലവ് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യന്റെ മലം പിടിച്ചു വെക്കാനുള്ള പാമ്പേഴ്സിന്റെ ചെലവാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു തുക അത് നമ്മളൊരു അവഗണിച്ച് ഉപേക്ഷിക്കേണ്ടതല്ല. ഓരോരുത്തരും അവർക്ക് സാധിക്കുന്നതിന്റെ പരമാവധി ഇന്നത്തെ ദിവസം സ്വതക്കയായി നൽകണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അത് അർഹമായ രീതിയിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കണതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് കൊടുക്കുന്ന സംഖ്യന്റെ സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് 5000-10,000 എടുത്തു കൊടുക്കുമ്പോൾ അതിൽ കുറെ റിയാഇന്റെ എലമെന്റുകൾ, റിയാഇന്റെ സാധ്യതകൾ അതിൽ കുറെ ഉണ്ട്. ഒരുപാട് സാധ്യതകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, 20 വർഷം ഞാൻ റിയായിൽ നിന്ന് എന്റെ മനസ്സിനെ മോചിപ്പിക്കാൻ പരിശ്രമിച്ചിട്ട് എനിക്കിപ്പോഴും ഫുള്ളായിട്ട് പറ്റിയിട്ടില്ല എന്ന്. ഇതേ പണ്ഡിതനെ കുറിച്ച് ചരിത്രത്തിൽ വായിച്ചത് എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യ പറയാ, മൂപ്പര് വിചാരിക്കും രാത്രി മൂപ്പര് എണീറ്റ് നിസ്കരിച്ച് കണ്ട് കടന്നുറങ്ങും. കുറച്ചിറക്കായത്തെ ഞാൻ നിസ്കരിക്കണുള്ളൂ എന്ന് വരുത്തി തീർത്തിട്ട് കടന്നുറങ്ങും. പിന്നെ എന്നെപ്പോലും അറിയാതെ മൂപ്പര് പതുക്കെ എണീറ്റ് നിസ്കരിക്കും. ഞാൻ അഭിനയിച്ചങ്ങനെ കടന്നെടുക്കും മൂപ്പർക്ക്. ഞാൻ പോലും അറിയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാ. അത്ര സൂക്ഷ്മത പാലിച്ചവർക്ക് റിയായിൽ എനിക്ക് എന്നെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വരുമ്പോ അതൊരു വലിയ സംഗതി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോ പാലിയേറ്റീവ് പ്രവർത്തകർ, വെട്ടത്തൂർ പാലിയേറ്റീവ് പ്രവർത്തനം വളരെ ശക്തമാണ്, സജീവമാണ്. നമ്മളൊക്കെ അതിന്റെ ഭാഗമാവേണ്ടതാണ്. ശാരീരിക സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ്. പാലിയേറ്റീവ് ട്രെയിനിങ്ങുകളുണ്ട്. IPM ട്രെയിനിങ് ഉണ്ട്. നമ്മളെ സംഘടന IPM ആയിട്ട് സഹകരിച്ചിട്ട് എല്ലാ വർഷവും നിശ്ചിത എണ്ണം ആളുകൾക്ക് പാലിയേറ്റീവ് പരിശീലനം കൊടുക്കാറുണ്ട്. അവിടെ ചെന്നാൽ അവർ അതിന്റെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയ പരിശീലനം തരും. അതിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. നമ്മളെ പ്രദേശത്തുനിന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ബാച്ച് പോകുമ്പോൾ അതിൽ പോകണം. ഇൻഷാ അല്ലാഹ് ഞാനത് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കേണ്ട, അതിൽ പോകണം എന്നുള്ളത് കാര്യം കൂടി പറയണം. അതോടൊപ്പം നമ്മൾ ചിലപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ പൈസയിൽ ചുരുക്കേണ്ടതില്ല. ഈ ബക്കറ്റിൽ ഒരു ചെറിയ തുക നമ്മൾ കൊടുത്തവരും ഇടുക. കാരണം ഇതാരാണ് തന്നതെന്ന് അറിയാത്തൊരു തുകയാണ്. ബക്കറ്റിലിടുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്. ഇവിടെ നമ്മളെ ചെറിയ മോനാണ്, കുട്ടിയാണ് എന്തെങ്കിലും ആ ബക്കറ്റും പിടിച്ചു നിൽക്കല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വലിയ ആവേശത്തിൽ അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ ഖൈറിലും ബർക്കത്തിലും നന്മയിലും തുടർത്തുമാറാകട്ടെ എന്നത് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളെ പള്ളിയുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട അവസാന ചർച്ചകൾ ഒക്കെ വളരെ പോസിറ്റീവായ രീതിയിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ പ്രദേശത്ത് നിന്ന് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ഒരു തുക പള്ളിയുടെ മദ്രസയുടെ വികസനത്തിന് ആവശ്യമുണ്ട്. ഈ മദ്രസ ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ആ പരിമിതിയാണ് ആദ്യം നമ്മൾ പരിഹരിക്കുന്നത്. പെൺകുട്ടികൾക്ക് വരാൻ കഴിയാത്ത പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മദ്രസ വിട്ട് പോയ 1-2 സംഭവങ്ങളൊക്കെ മുന്നിലുള്ളതുകൊണ്ടാണ് നമ്മൾ, ചില കുട്ടികൾ വിട്ടുപോയ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത്. പ്രസ്ഥാനപ്പെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് എന്തോ വലിയ പൈസ എവിടുന്നോ വരുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ആളുകൾ പ്രസംഗിക്കുമ്പോൾ മാച്ച് ഡയറ്റാക്കാൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് അറിയാം, ഈ പള്ളി എടുത്തപ്പോ ഒരു അറബിന്റെ 1 ഉറുപ്യ ഇതിമല്ല, ഒരു ഫിൽസ് ഇതിമല്ല. ഈ നാട്ടിലും സമീപ നാടുകളിലും നമുക്കറിയുന്ന വ്യക്തികളൊക്കെ തന്ന പൈസയാണ് ഇതിമുള്ളത്, ഈ പള്ളിയുമുള്ളത്. 10-40-50 ലക്ഷം ഉറുപ്യന്റെ അടുത്ത് നമുക്ക് ഇത് നിർമ്മിക്കണില്ല, നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്.
കുറച്ചൊരു സമയമെടുത്ത് നമ്മൾ നിർമ്മിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ചെലവ് വന്നിട്ടുണ്ട്. അപ്പോ ഓരോ പ്രദേശത്തുനിന്നും അവിടുത്തെ ആളുകൾ എത്ര പൈസ ആദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന കാര്യം. അതുകൊണ്ട് അതിൽ നിയത്താക്കിയ ആൾക്കാരുണ്ട്. നമ്മളൊരു മോള്, ഞാനിവിടെ വിഷയം പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, റമദാനിൽ ഞാനിവിടെ ഖുത്ബക്ക് കയറാൻ വരുമ്പോ അവളെ കമ്മൽ ഊരിട്ട് അടക്കുന്നുണ്ട്, ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിന്റെ കമ്മൽ ഉൾപ്പെടെയുള്ളതാണ് ഇതിന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ സഹോദരിമാരൊക്കെ ഈ വിഷയത്തിൽ ചിന്തിക്കുക. വലിയൊരു മാതൃകയാണ് ആ കുട്ടി കാണിച്ചിട്ടുള്ളത്. ക്യാഷ് റെഡിയായി അടുത്ത ദിവസം പണി തുടങ്ങാവുന്ന വിധം നമുക്ക് കാര്യങ്ങൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. അത് വിജയിപ്പിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള 100% ശുദ്ധീകരണത്തിനുള്ള വിജ്ഞാനവും അവസ്ഥയും സാഹചര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികളായ ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ശമനം കൊടുക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു